COVID-19 അഥവാ കൊറോണ വൈറസ് എന്ന മഹാമാരി ലോകം മുഴുവൻ വ്യാപിച്ച് ലോകത്തുള്ള സർവ്വജനങ്ങളും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഫലസ്തീനിലും അറേബ്യൻ രാജ്യങ്ങളിലും കോളറ ബാധിച്ച് ഒരുപാട് മുസ്ലിങ്ങളും സഹാബാക്കളും ഇസ്ലാമിന്റെ ധീരയോദ്ധാക്കളും ഷഹീദാവുകയുണ്ടായി. ആ ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഭാഗത്തിലൂടെ പറയുന്നത്. ഹിജ്റ 17-ാം കൊല്ലം. ആ കൊല്ലത്തിലാണ് അറേബ്യയിൽ ക്ഷാമം പിടിപെട്ടത്. കുറെ കാലത്തേക്ക് മഴ കിട്ടിയില്ല, കൃഷിയെല്ലാം ഉണങ്ങിപ്പോയി, പഴവർഗ്ഗങ്ങൾ കിട്ടാനില്ല, ധാന്യവുമില്ല. ഭക്ഷ്യവസ്തുക്കൾ കൈവശമുള്ളവർ അവയെടുത്ത് പട്ടിണി പാവങ്ങൾക്ക് സംഭാവന ചെയ്യാൻ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. അതനുസരിച്ച് പലരും ധാന്യം വിതരണം ചെയ്തു. അതോടെ എവിടെയും ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു. ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയോ. ഖലീഫ അസ്വസ്ഥനായി. മഴയ്ക്കു വേണ്ടി ഖലീഫ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഫലസ്തീനിനെ ക്ഷാമം ബാധിച്ചിട്ടില്ല. അവിടെ ഭക്ഷ്യവസ്തുക്കൾ സുലഭമാണ്. അവിടെ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ ആവശ്യപ്പെടാം. ഫലസ്തീനിലെ ഗവർണറാണല്ലോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മദീനയിലെ അവസ്ഥ ഹൃദയസ്പർശിയായ ശൈലിയിൽ ഖലീഫ എഴുതി അറിയിച്ചു. കത്ത് കിട്ടി ഗവർണർ അസ്വസ്ഥനായി. മദീനക്കാർ വിശപ്പിന്റെ കാഠിന്യത്താൽ മരണത്തിന്റെ വക്കീലെത്തിയിരിക്കുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കർമ്മനിരതനായി 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ധാന്യം ശേഖരിച്ചു. അവ മദീനയിലേക്ക് അയച്ചു കൊടുത്തു. 20 കപ്പലുകളിലും അയക്കുകയാണ്. സിറിയയിലേക്കും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കത്തയക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് അവിടുത്തെ ഭരണാധികാരി. കത്ത് കിട്ടി അമ്പരന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടണത്തിൽ ഇത്രയും ദയനീയമായ അവസ്ഥയോ? സമ്പന്നമാണ് സിറിയ. ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ ശേഖരിച്ചു. 4000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളാണ് അദ്ദേഹം അയച്ചു കൊടുത്തത്. ഈ ഒട്ടകങ്ങൾ മദീനയിലെത്തിയപ്പോൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ ഉയർന്നു. മുആവിയ റളിയല്ലാഹു അൻഹു 3000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ അയച്ചു കൊടുത്തു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള വസ്തുക്കൾ അയച്ചു. കഴിയാവുന്നത്ര സഹായമെത്തിക്കാൻ പുറം നാടുകളിലുള്ള മുസ്ലിങ്ങൾ നന്നായി ശ്രമിച്ചു. ക്ഷാമം പിടിപെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം ധാന്യങ്ങൾ കൊണ്ടുപോയി പൊതുവിതരണത്തിന് വ്യാപകമായ സംവിധാനങ്ങൾ ഒരുക്കി. ഓരോ വീട്ടിലേക്കും ഭക്ഷ്യവസ്തുക്കളെത്തി. കുടുംബാംഗങ്ങളുടെ എണ്ണം നോക്കി വിതരണം ചെയ്യുകയാണ്. ഏതെങ്കിലും വീട്ടുകാരോ വ്യക്തികളോ ഒഴിവായി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെയും ഖലീഫ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. മദീനയിലെ ഭക്ഷ്യവിതരണത്തിന്റെ ചുമതല ഖലീഫ തന്നെ നേരിട്ട് ഏറ്റെടുക്കുകയാണ്. പാകം ചെയ്ത ഭക്ഷണവും വിതരണം ചെയ്തിരുന്നു. നേരത്തെ വിതരണം ചെയ്ത കാർഡുമായി ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുകയാണ്. ഗോതമ്പിന്റെയും ചോളത്തിന്റെയും റൊട്ടിയുണ്ടാക്കി ഒട്ടകത്തിന്റെ മാംസം പാകം ചെയ്തു. ഇവയാണ് വിതരണം ചെയ്തത്. രോഗികൾക്കും പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം ഭക്ഷണം വീട്ടിലെത്തിച്ചു കൊടുത്തു. ഭക്ഷണം കിട്ടാത്ത വീടുകളുണ്ടോ എന്നറിയാൻ പ്രത്യേക പരിശോധനകൾ നടത്തി. ഖലീഫ തന്നെ ചാക്കുകൾ ചുമന്ന് കൊണ്ടുപോകുന്നത് മദീനക്കാർ എത്രയോ കണ്ടിട്ടുണ്ട്. സാധാരണക്കാർ കഴിക്കുന്ന ആഹാരമാണ് ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്നത്. സ്വന്തം വീട്ടിൽ വിശേഷപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. ക്ഷാമകാലം തീരുന്നതുവരെ ഈ നില തുടരുകയും ചെയ്യുകയാണ്. വെണ്ണയ്ക്ക് മാർക്കറ്റിൽ വില കൂടി. സാധാരണക്കാർക്ക് വെണ്ണ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. സാധാരണക്കാർക്ക് വാങ്ങിക്കഴിക്കാനാവാത്ത വെണ്ണ തനിക്കും വേണ്ടെന്ന് ഖലീഫ തീരുമാനിച്ചു. അത്ര തന്നെ വിലയില്ലാത്ത എണ്ണ പുരട്ടിയ പരക്കൻ റൊട്ടിയാണ് ഖലീഫ കഴിച്ചിരുന്നത്. ഖലീഫ വിശ്രമിച്ചില്ല, വിശപ്പടക്കിയില്ല. രാവും പകലും അധ്വാനം തന്നെയാണ്. 8 മാസക്കാലം നീണ്ടു നിൽക്കുകയാണ് ഈ കൊടും ക്ഷാമം. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, അതിനുവേണ്ടി നാടിന്റെ നാനാഭാഗത്തേക്കും സന്ദേശം അയച്ചു. ഓരോ ദിവസം എല്ലാ സ്ഥലത്തും നിസ്കരിക്കുക. മൈതാനികളിലാണ് നിസ്കാരം. തീയതിയും സമയവും വിളംബരം ചെയ്യപ്പെട്ടു. പട്ടിണി പാവങ്ങൾ കൂട്ടമായി വന്നു. മൈതാനികൾ നിറഞ്ഞു കവിയുകയാണ്. മദീനയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെയാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. നിസ്കാരം തുടങ്ങി ഖലീഫയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താടി രോമങ്ങൾ നനയുകയാണ്. ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതപ്പ് ഖലീഫ പുതച്ചിരുന്നു. അത് പുതച്ച് കൽപുരുകി പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. നിസ്കാരം നടന്ന ഓരോ മൈതാനിയിലും കൂട്ടക്കരച്ചിലായിരുന്നു. കരച്ചിൽ തീർന്നില്ല, കണ്ണീർ തുടച്ചില്ല. അതിനു മുമ്പേ മഴ കോരിച്ചൊരിയുകയാണ്. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ആഹ്ലാദത്തിലായി. മഹാന്മാർ ചോദിച്ചു വാങ്ങിയ മഴ. മദീനയിലും പരിസരങ്ങളിലും ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ അത് നേരിടാൻ മറുനാടൻ മുസ്ലിങ്ങൾ നന്നായി സഹായിച്ചു.
ഇപ്പോൾ മറുനാട്ടുകാരിതാ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. കോളറ പടർന്നു പിടിക്കുന്നു. അറേബ്യയിലെ ക്ഷാമം കഴിഞ്ഞ് കുറച്ചുകാലം പിന്നിട്ടപ്പോൾ കോളറ വരികയാണ്. അംവാസ് പ്രദേശത്ത് കോളറ പരക്കുന്നതായാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നത്. എത്ര വേഗത്തിലാണ് ഈ പകർച്ചവ്യാധി വ്യാപിക്കുന്നത്! ഫലസ്തീനിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് അംവാസ്. രോഗം വരുന്നു, മാരകമായി തീരുന്നു, മരിച്ചു വീഴുന്നു. ഫലപ്രദമായ മരുന്നുകളൊന്നുമില്ല. വൈദ്യന്മാർ ചിലതൊക്കെ ചെയ്തു നോക്കി, ഒന്നും ഫലപ്രദമല്ല. എല്ലാ പ്രദേശത്തും മരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രോഗം സിറിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി വാർത്ത വന്നു. ഖലീഫ വളരെ അസ്വസ്ഥനായി, അടങ്ങിയിരിക്കാനാവുന്നില്ല. ഒരു കൂട്ടം സൈനികരോടൊപ്പം അദ്ദേഹം സിറിയയിലേക്ക് പുറപ്പെട്ടു. ഖലീഫ വളരെയേറെ പ്രയാസം അനുഭവിക്കുകയാണ്. ഖലീഫ രോഗം ബാധിച്ച പ്രദേശത്തേക്ക് പോവരുത്. പ്രമുഖ സ്വഹാബികൾ അപേക്ഷിച്ചു. മാരകമായ പകർച്ചവ്യാധിയാണ്. വളരെ വിഷമത്തോടെയാണെങ്കിലും മദീനയിലേക്ക് തന്നെ മടങ്ങുകയാണ്. പകർച്ചവ്യാധി പട്ടാള ക്യാമ്പുകളെ ബാധിച്ചിട്ടുണ്ട്. യുദ്ധരംഗത്ത് ധീരപരാക്രമങ്ങൾ നടത്തിയ വീരയോദ്ധാക്കൾ കൂട്ടത്തോടെ മരിച്ചു വീഴുന്നു. എന്തൊരു വ്യസനപരമായ രംഗം! വീരനായകനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ ഖലീഫയ്ക്ക് വല്ലാത്ത ഉത്കണ്ഠയാണ്. കോളറ ബാധിതരുടെ മധ്യത്തിലാണ് അദ്ദേഹമുള്ളത്. സഹപ്രവർത്തകരെ പരിചരിക്കുകയാണ്. രണാങ്കണങ്ങളിൽ വെട്ടിത്തിളങ്ങിയ യോദ്ധാക്കളാണ് മരിച്ചു വീഴുന്നത്. അവരെ വിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എങ്ങോട്ടുമില്ല. മദീനയിലേക്ക് വിളിച്ചെങ്കിലും അദ്ദേഹം വന്നില്ല. റോമക്കാർക്കെതിരെ യുദ്ധ പരമ്പരകൾ നടത്തി വീരചരിത്രം കുറിച്ച അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നാളുകൾ അവസാനിക്കുകയാണ്. ചതുപ്പ് നിലങ്ങളിൽ നിന്ന് മാറണമെന്നും ശുദ്ധവായുവും ശുദ്ധജലവും സുലഭമായി ലഭിക്കുന്ന കുന്നിൻ മുകളിൽ താമസിക്കണമെന്നും ഖലീഫ നിർദ്ദേശിച്ചു. അതനുസരിച്ച് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും അനുയായികളും കുന്നിൻ മുകളിലേക്ക് മാറി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് രോഗം പിടികൂടി കഴിഞ്ഞിരുന്നു. രോഗത്തോടു കൂടിയാണ് അദ്ദേഹം കുന്നിൻ മുകളിൽ വന്നത്. തന്റെ പിൻഗാമിയായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയാണ്. ഏറെ കഴിയും മുമ്പ് ധീരനായകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്തയറിഞ്ഞ് മദീന നിവാസികൾ ദുഃഖിതരായി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വീരനായകന്റെ പിൻഗാമിയായി ചുമതലയേറ്റു. നിസ്കാരത്തിന് നേതൃത്വം നൽകി രോഗികളെ പരിചരിക്കലാണ് ഇപ്പോഴത്തെ ജോലി. അപ്പോഴേക്കും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ രോഗം പിടികൂടി. മകനെ പരിചരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിതാവിനെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് മകൻ കണ്ണടച്ചു. മയ്യത്ത് സംസ്കരണ മുറകളെല്ലാം പിതാവിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നു. പിറന്ന നാട്ടിൽ നിന്ന് എത്രയോ അകലമുള്ള പ്രദേശത്ത് പിതാവ് പുത്രനെ ഖബറടക്കി. ഖബറിന് സമീപം നിന്ന് ദുആ ചെയ്തു സലാം പറഞ്ഞു പിരിഞ്ഞു പോന്നു. താമസ സ്ഥലത്തെത്തിയപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനും രോഗം ബാധിച്ചു. മറ്റുള്ളവരെ പരിചരിച്ചിരുന്ന മുആദ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ശക്തിയത്ത് നിലംപതിച്ചിരിക്കുന്നു. സഹപ്രവർത്തകരാണ് പരിചരിക്കുന്നത്. ഏറെ കഴിഞ്ഞില്ല, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പ്രമുഖൻ അന്ത്യശ്വാസം വലിച്ചു. റോമക്കാർക്കെതിരെ പടനയിച്ച വീരനായകൻ യസീദ് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചു മരണപ്പെടുകയാണ്. 25,000-ലേറെ മനുഷ്യരെയാണ് കോളറ തട്ടിയെടുത്തത്. ആയിരക്കണക്കായ സ്ത്രീകൾ വിധവകളായി, 10,000-കണക്കിന് കുട്ടികൾ അനാഥരായി. അവരെ സംരക്ഷിക്കുക എന്ന ഭാരിച്ച ജോലി കൂടി ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ വന്നു ചേരുകയാണ്. ഇവരുടെയൊക്കെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കാൻ ഖലീഫ അങ്ങോട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ചതുപ്പു നിലങ്ങൾ വിട്ട് ജനങ്ങളെല്ലാം മലമുകളിലെത്തിയതോടെ കോളറയും പമ്പ കടന്നു വിട്ടുപോയി. മദീനയിൽ തന്റെ പ്രതിനിധിയായി അലി റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് യാത്രയായി. ആദ്യം ഫലസ്തീൻ സന്ദർശിച്ചു. നിരവധി ആളുകൾ കാണാൻ വന്നു. മരണത്തിന്റെ ദുഃഖം അവിടെ തളം കെട്ടി നിൽക്കുകയായിരുന്നു. മരിച്ചവരുടെ സ്വത്തുവകകൾ അവകാശികൾക്ക് വീതിച്ചു കൊടുത്തു. ഭീതിയിൽ കഴിഞ്ഞ ആളുകൾക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്ദർശനം ആശ്വാസം നൽകി. ഭരണക്രമീകരണങ്ങൾ വരുത്തി. ഫലസ്തീനിൽ നിന്ന് ഖലീഫ സിറിയയിലേക്ക് യാത്രയായി. ദുരിതബാധിത പ്രദേശങ്ങളെല്ലാം ഖലീഫ സന്ദർശിക്കുകയാണ്. ജനങ്ങളെ നേരിട്ട് ചെന്ന് ആശ്വസിപ്പിക്കുകയാണ്. പല സ്ഥലത്തും പട്ടാള ക്യാമ്പുകൾ സ്ഥാപിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് ഇസ്ലാം മത പ്രചരണത്തിനു വേണ്ടി വന്നവരിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ മരിച്ചു. ഇവിടെ തന്നെ ഖബറടക്കപ്പെടുകയാണ്. ഇനിയുള്ളവരിൽ ഏറെ പേരും ഈ പ്രദേശങ്ങളിലെ താമസക്കാരായി മാറും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും മദീനയിലേക്ക് മടങ്ങുകയാണ്. ഇനി ഈ പ്രദേശങ്ങളിലേക്ക് ഒരു യാത്രയില്ല. ഇവിടേക്കുള്ള അവസാന യാത്രയാണിത്. ഖലീഫ മദീനയിലേക്ക് മടങ്ങിപ്പോയി.